സ്കൂൾ ക്യാന്റീനിൽ വെച്ച് +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. കൊളവല്ലൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സ്കൂൾ ക്യാന്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു സംഘം വിദ്യാർത്ഥികൾ പുറകിലോട്ട് വലിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. ശരീരം മെച്ചപ്പെടുത്തി നടക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു അക്രമമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഇതിന്റെ പേരിൽ മുൻപും സീനിയർ വിദ്യാർത്ഥികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇനി ഒരു കുട്ടിക്കും ഇത്തരം അവസ്ഥ വരരുതെന്നും കുട്ടിയുടെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരായ 6 സീനിയർ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അക്രമത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുട്ടികള് ഫസ്റ്റിൽ അവര് നിസ്കരിക്കാനാ പോവുക. അപ്പോൾ അവിടുന്ന് നിസ്കരിക്കാന് കുട്ടികള് ഇറങ്ങി. +2ന്റെ കുട്ടികളുണ്ട്, ഇവരുണ്ട്. +2ന്റെ കുട്ടികള് മുന്നിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. +1ന്റെ കുട്ടികള് ഇങ്ങനെ വേക്ക് അവരും പോകുന്നുണ്ട്. അപ്പോൾ ഇവരാ +2ന്റെ കുട്ടികൾ വലിച്ചിങ്ങിട്ട് എന്നിട്ട് അടിക്കാൻ നോക്കുമ്പോൾ അപ്പോൾ പോലീസ് അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്ന് അത് കണ്ടേരെ +1ന്റെ കുട്ടികൾ സ്കൂളിലേക്ക് കയറിപ്പോയി. +2ലെ കുട്ടികൾ റോഡുമേലേക്ക് ഓടിപ്പോയി. അപ്പോൾ ഇവർ ഇന്ന് പള്ളി പോകുന്നില്ല എന്ന് കണക്കാക്കി, ഇന്ന് നിസ്കരിക്കുന്നില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ് പോയിരിക്കുക, ഇങ്ങനെ നമ്മളെ കൊള്ള ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നുള്ള കരുതിയിട്ട് അവർ അങ്ങനെ പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം ഭക്ഷണത്തിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള ഒരു 10-50 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഇവൻ്റെ കോളറ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട്, അപ്പോൾ കഴുത്തിനെല്ലാം ചെറിയ നഖം കൊണ്ടുള്ള പോറലുകളെല്ലാം ഉണ്ട്. അങ്ങനെ വലിച്ചങ്ങിട്ട് മറ്റുള്ള കുട്ടികൾ ഇവൻ്റെ ദേഹത്ത് കാരി നിന്ന് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത്. അപ്പോൾ ഇവൻ അവിടുന്ന് ഇവൻ്റെ ഉള്ള ശക്തിയാൽ ഇവനെ എണീറ്റിങ് നിൽക്കുമ്പോൾ വേറൊരു കുട്ടി അടുത്തുനിന്ന് തന്നെയാന്ന് പറഞ്ഞാൽ വലിയൊരു കല്ലെടുത്തിട്ട് ഒരൊറ്റ കയറ്. അതിലാണ് ഈ തലക്ക് ഇങ്ങനെ പൊട്ടൽ വന്നിട്ടുള്ളത്. മർദ്ദിക്കാനുള്ള കാരണം പറയുന്നത് ഇനി നിവർന്നു കൊണ്ടാ നടക്കുക, ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. അവരെ ഉപ്പയും എല്ലാവരും അങ്ങനെ തന്നെ ഒരു നീർന്നിട്ടുള്ള നടത്താ. അതുകൊണ്ട് അത് അവർക്ക് പിടിക്കുന്നില്ല എന്നാ തോന്നുന്നത്. വേറൊരു കാര്യമായ കാരണമൊന്നും നമ്മളറിയില്ല. ഇവനോട് എപ്പോഴും ചോദിക്കോളൂ ഇനി എന്തെങ്കിലും നിവർന്ന് കിടക്കുന്നു. അയ്യൊരു പ്രശ്നേ പറയുന്ന കേട്ടിട്ടുള്ളൂ. പേടിയുണ്ട്, ഓനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഓനിപ്പം തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. റാഗിങ് തന്നെ, ഫുൾ റാഗിങ് തന്നെയാണ്. ഇതിന് കാര്യമായ എന്തെങ്കിലും ഒരു നടപടി ഇനുണ്ടാകണോ. ഇനി കേരളത്തിലെ ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരറ്. ഈ ഒരു സംഭവത്താല് എല്ലാ സ്കൂളുകളിലും ഈ റാങ്കിങ് എന്ന് പറയുന്ന സംഭവം നിർത്തലാക്കണം. അതിന് വേണ്ട എല്ലാ പിന്നെ നിയമവശവും നമ്മൾ പോകും. അതുപോലെ തന്നെ നിങ്ങളെ ചാനൽ അറിയാം, സപ്പോർട്ട് നമുക്ക് വേണം. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്, സ്കൂളും പരാതി കൊടുത്തിട്ടുണ്ട്, അവരും കേസെടുത്തിട്ടുണ്ട്, പോലീസും കേസെടുത്തിട്ടുണ്ട്. വലിയ മുറിവാ അതല്ലേ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. സ്റ്റിച്ച് ഉണ്ട്, സ്റ്റിച്ച് പിന്നെ 12 സ്റ്റിച്ചുണ്ട് മുറിവാ. പക്ഷെങ്കിൽ ഈ കല്ല് കൊണ്ട് ചതിവായ കൊണ്ട് അവർക്ക് തുന്നൻ അങ്ങനെ ആകാതെ കൊണ്ട് 4-5 തുന്നുമല്ലാതെ ഇതാക്കിയത്. അത് ഇന്നും നമ്മള് പിന്നെ ഫസ്റ്റ് എത്തിപ്പെട്ടത് പാനൂര് ഹോസ്പിറ്റലിലാ. അപ്പൊ അവര് പറഞ്ഞ് ഇപ്പം നമ്മൾ പോയവരും പറഞ്ഞ് വലിയ തുന്നണ്ടതാ, പക്ഷെങ്കിൽ തുന്നൻ ഞമ്മക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞ്. അത്രയും ചതഞ്ഞ പോലെ ആയി പോയിട്ടുണ്ട് കല്ലുകൊണ്ട്. നമ്മള് പരാതി കൊടുത്തിട്ടുണ്ട്. സ്കൂളുകാരും അതിന് വേണ്ട പിന്നെ നിയമവശമായെല്ലാം അവരും ചെയ്യുന്നുണ്ട്. CCTV ക്യാമറ പരിശോധിക്കുന്നുണ്ട്, എന്നെല്ലാം അറിയാൻ കഴിയും.